നമ്മൾ ഈ ഭാഗത്ത് തലവേദന വരുന്ന അല്ലെങ്കിൽ ഈ ഭാഗത്ത് കഫം കെട്ടുന്ന അവസ്ഥയാണ് അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെയധികം വേദന ഉണ്ടാക്കുകയും നമുക്ക് പിന്നെ ആൻറ്റിബയോട്ടിക് എടുത്താൽ മാത്രമേ അസുഖം മാറുന്ന അവസ്ഥയിലോട്ട് വരും. ഈ അസുഖമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എന്താണോ അലർജി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പല സ്ഥലത്തും പിടിച്ചതിന് ശേഷം മുഖത്തും വായിലും തൊടുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അങ്ങനെയും നമുക്ക് ഈ അസുഖത്തിനെ തടയാനായിട്ട് പറ്റും. അപ്പോൾ അക്യൂട്ട് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക. ആവി പിടിക്കുന്നത് ഒരു 10-12 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് വേണം. അക്യൂട്ട് സൈനസൈറ്റിസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. ആവി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള സൈനസിൽ കെട്ടിക്കിടക്കുന്ന കഫവും അതുപോലെ മൂക്കിൽ കെട്ടിക്കിടക്കുന്ന കഫവും ഒക്കെ ഒന്ന് ലൈറ്റ് ആകാനും ഒരു സിംറ്റമാറ്റിക് റിലീഫ് നമുക്ക് കിട്ടുകയും വളരെയധികം പെട്ടെന്ന് അത് ക്ലിയർ ആയി പോവുകയും ചെയ്യും. ജലദോഷം തുടങ്ങുന്ന ഉടനെ തന്നെ നമ്മൾ ഒരു കാരണവശാലും AC അടിയിൽ പോയി കിടക്കുകയോ ഫാനിൻ്റെ അടിയിൽ പോയി കിടക്കുകയോ ചെയ്യരുത്. അത് കട്ടിയായിട്ട് ഇതുപോലെ അക്യൂട്ട് സൈനസൈറ്റിസ് എന്നുള്ള പ്രശ്നത്തിലോട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.